ചേർത്തല തെക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ബാങ്ക് ഹെഡ് ഓഫീസ് മന്ദിര ഉദ്ഘാടനം 20-ന് നടക്കും. സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. 25 അംഗങ്ങളുമായി ഇലഞ്ഞിയിൽ നാരായണൻ നായരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച് 98 വർഷം പിന്നിടുമ്പോൾ ബാങ്ക് ഇന്ന് ജില്ലയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള സാമ്പത്തിക സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. നിലവിൽ 11,116 അംഗങ്ങളും 94 കോടി രൂപ പ്രവർത്തന മൂലധനവും 90 കോടി രൂപ നിക്ഷേപവും 84 കോടി നിൽപ്പുവായ്പയുമായി ക്ലാസ് 1 ഗ്രേഡിൽ പ്രവർത്തിക്കുന്നു. മൈത്ര ശാഖയും പ്രഭാത സായാഹ്ന ശാഖയും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ബാങ്കിന്റെ കീഴിൽ ഒരു എ ഗ്രേഡ് വായനശാലയും റേഷൻ ഡിപ്പോ, പ്രൊവിഷൻ സ്റ്റോർ, ആംബുലൻസ് സർവീസ് എന്നിവയും പ്രവർത്തിക്കുന്നു. 36 വാടക കടമുറികളും 400 ചതുരശ്ര അടി ഗോഡൌണും വിശാലമായ ഓപ്പൺ ഓഡിറ്റോറിയവും ബാങ്കിന്റെ ഉടമസ്ഥതയിലുണ്ട്. ബാങ്ക് പ്രസിഡന്റ് ജി ദുർഗാദാസ്, ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ ബി സലീം, ഭരണസമിതി അംഗങ്ങളായ ആർ സുഗലാൽ, ഡി പ്രകാശൻ, കെ രമേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജൂലൈ 20-ന് നടക്കുന്ന ചടങ്ങിൽ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും. ബാങ്ക് പ്രസിഡന്റ് ജി ദുർഗാദാസ് സ്വാഗതം പറയും. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ ബാങ്ക് ഹാളിന്റെ ഉദ്ഘാടനവും മുൻ എം പി ടി ജെ ആഞ്ചലോസ് കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ഫ്രണ്ട് ഓഫീസ് ഉദ്ഘാടനവും നിർവഹിക്കും. ബാങ്ക് സ്ഥാപക പ്രസിഡന്റിന്റെ ഫോട്ടോ അനാച്ഛാദനം സിനിമോൾ സാംസണും ബാങ്ക് അക്കൗണ്ട് ഹാൾ ഉദ്ഘാടനം പി ഗാനകുമാറും ലാഭവിഹിത വിതരണം വി കെ സുബിനയും നിർവഹിക്കും. മുൻ പ്രസിഡന്റുമാരായ ഒ ജെ ഷിബുവും ഉപകാര സമർപ്പണം എസ് രാധാകൃഷ്ണനും മുൻ സെക്രട്ടറിമാരെ ആദരിക്കൽ പി സുനിൽകുമാറും കായിക പ്രതിഭകളെ ആദരിക്കൽ വി ഉത്തമനും നിർവഹിക്കും. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക ഉദ്യോഗസ്ഥ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. വൈകിട്ട് 6-ന് ചലച്ചിത്ര പിന്നണി ഗായകൻ നയിക്കുന്ന കൊച്ചിൻ ക്ലാസിക് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കും. സമസ്ത മേഖലകളിലും നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്നു. 25 അംഗങ്ങളുമായി യശസ്വരീനായ ശ്രീ ഇലഞ്ഞിയിൽ നാരായണ പണിക്കർ അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച് 98 വർഷം പിന്നിടുമ്പോൾ തീക്ഷ്ണശാലികളായ നിരവധി വ്യക്തികളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിലൂടെ ജില്ലയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ 10,116 അംഗങ്ങളും 94 കോടി രൂപ നിക്ഷേപ പ്രവർത്തന മൂലധനവും 90 കോടി രൂപ നിക്ഷേപവും 84 കോടി രൂപ വായ്പയുമുള്ള ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന ബാങ്കായി. സർക്കാരിൻ്റെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ഇതിനെല്ലാം ഉപരി മാന്യ സഹകാരികളുടെയും നിസ്സീമമായ സഹകരണത്തോടെയാണ് ബാങ്ക് ഈ നിലയിൽ ഉയർന്നത്. മൈത്ര ശാഖയും പ്രഭാത സഹായന ശാഖയും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ബാങ്കിൻ്റെ കീഴിൽ ഒരു എ ഗ്രേഡ് വായനശാലയും റേഷൻ ഡിപ്പോ, പ്രൊവിഷണൽ സ്റ്റോർ, ആംബുലൻസ് സർവീസ് എന്നിവയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. 36 വാടക കടമുറികൾ, 400 സ്ക്വയർ ഫീറ്റ് 4000 സ്ക്വയർ ഫീറ്റ് ഗോഡൌൺ, വിശാലമായ ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്നിവയും ബാങ്കിൻ്റെ അധീനതയിലുണ്ട്. കൂടാതെ നബാർഡിൻ്റെ സഹായത്തോടെ ബാങ്ക് നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചറൽ ഇരുനില ഗോഡൌൺ മന്ദിരത്തിൻ്റെ പണി പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതോടുകൂടി കൂടുതൽ പേർക്ക് തൊഴിൽ അവസരങ്ങൾ ബാങ്കിൻ്റെ കീഴിൽ സൃഷ്ടിക്കുവാൻ കഴിയും. ബാങ്കിൻ്റെ കീഴിൽ 684 ഗ്രൂപ്പുകൾ SHG, കുടുംബശ്രീ, SLG പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്ക് ഹെഡ് ഓഫീസിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാന സൗകര്യത്തിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ജീവനക്കാർക്ക് അനായാസേന ഇടപാടുകൾ നടത്തുന്നതിനുള്ള ഫ്രണ്ട് ഓഫീസ്, അക്കൗണ്ട് സെക്ഷൻ ഹാള്, കോൺഫറൻസ് ഹാള് ഇവ ആധുനിക രീതിയിൽ ബാങ്കിൻ്റെ സ്വന്തം ഫണ്ടിൽ നിന്ന് ചിലവഴിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ബാങ്കിൻ്റെ ശരിയായ പ്രവർത്തനത്തിൽ സഹായങ്ങളും നിർദ്ദേശങ്ങളും തരുന്ന സഹകാരികളും സഹകരണ ഡിപ്പാർട്ട്മെൻറ്റും ബാങ്കിൻ്റെ വളർച്ചയും നേട്ടങ്ങൾക്കും കാരണഭൂതരായിട്ടുള്ള അംഗങ്ങൾക്കും അർപ്പണബോധത്തോടും ആത്മാർത്ഥതയോടും കടമ നിർവഹിക്കുന്ന ഭരണസമിതി അംഗങ്ങൾക്കും ആത്മാർത്ഥതയോട് വിശ്വസ്തയോടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഇതിലെല്ലാം ഉപരി ബാങ്കിനെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന നേർവഴി കാട്ടുന്ന എല്ലാവർക്കും അതിൻ്റെ നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബാങ്കിൻ്റെ നവീകരിച്ച ഹെഡ് ഓഫീസിൻ്റെ ഉദ്ഘാടനം 20-ാം തീയതി ശനിയാഴ്ച 4 മണിക്ക് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരുകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്.